മലയാളിയുടെ ഹൃദയം കീഴടക്കിയ അനുഗ്രഹീത കലാകാരൻ ബിഗ് ബോസിന്റെ കൂടാരം മുഴുവനും ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും കയ്യടി നേടി മുന്നോട്ട് നടന്ന ഒരേയൊരു പേരാണ് നമ്മുടെ മലപ്പുറത്തിന്റെ മഞ്ചേരിയുടെ, അതിലുപരി നമ്മുടെ മുട്ടിപ്പാലത്തിന്റെ സ്വകാര്യ അഹങ്കാരം പ്രിയ ഷാനവാസിക്ക വേദിയിലേക്ക് ഇതാ നിറഞ്ഞ കയ്യടികളോടെ നമ്മൾ സ്വീകരിച്ചാലും ആനയിച്ചാലും പ്രിയ ഷാനവാസിക്കയെ നമ്മുടെ ഈ ധന്യവേദിയിലേക്ക്. അല്ല കാണൂല അവര്. നല്ലൊരു കയ്യടിയോടുകൂടെ നമുക്ക് വരവേൽക്കാം നമ്മുടെ നാടിന്റെ കലാകാരൻ നമ്മുടെ ഈ വേദി മറ്റൊരു ധന്യമുഹൂർത്തത്തിന് കൂടി ഒരുങ്ങുകയാണ്. കുഞ്ഞോളം 2K25 കിഡ്സ് ഫെസ്റ്റിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ഘാടന സെഷൻ പരിപാടിയിലേക്ക് കടക്കുകയാണ്.
ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ PTA പ്രസിഡന്റ് സെയ്ദ് മൊഹീദ്ദീൻ, ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ നമ്മുടെ മുൻ HM മുഹമ്മദ് അലി മാസ്റ്റർ, അതുപോലെ നമ്മുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മുട്ടിപ്പാലത്തിന്റെ കലാകാരൻ ഷാനവാസിക്ക, അതുപോലെ വേദിയിലിരിക്കുന്ന അബ്ദു മാഷ്, ജലീൽ മാഷ്, ഷബ്ന ടീച്ചർ, ഉബൈദ്, നുഅ്മാൻ, മുനീർ മാഷ്, ഷുക്കൂർ, സുകുമാരൻ മാഷ്, ഗസൽ, പ്രിയമുള്ള രക്ഷിതാക്കളെ, എൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥിനികളെ, ഒരു നൂറ്റാണ്ടിലധികം നമ്മുടെ ഈ പ്രദേശത്തിൽ അക്ഷര വെളിച്ചമേകിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു വിദ്യാലയമാണ് നമ്മുടെ ഈ ഒരു വിദ്യാലയം. ഈ കാലമത്രയും നമ്മുടെ ഉപജില്ലയിലെ ഏറ്റവും മികവുറ്റ വിദ്യാലയങ്ങളിൽ ഒന്നായി നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു ഉപജില്ലയാണ് മഞ്ചേരി ഉപജില്ല. 100-ലധികം സ്കൂളുകളും 1000-ലധികം കുട്ടികളും ഉൾക്കൊള്ളുന്ന ഈ മഞ്ചേരി സബ് ജില്ലയിൽ ഈ അടുത്ത് കഴിഞ്ഞ ശാസ്ത്രമേളകളിലും കലാമേളകളിലും നല്ലൊരു വിജയം തന്നെ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ശാസ്ത്രമേളകളിൽ സയൻസ് വിഭാഗം 5ാം സ്ഥാനവും സോഷ്യൽ വിഭാഗം 6ാം സ്ഥാനവും നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിഞ്ചുമക്കൾ കലാമേളയിൽ, ആനക്കയം പഞ്ചായത്ത് തല കലാമേളയിൽ പങ്കെടുത്ത് മിന്നും വിജയം കൈവരിച്ച് 8ഓളം ഇനങ്ങളിൽ മഞ്ചേരി സബ് ജില്ലയിൽ മാറ്റൊരുക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ നമ്മുടെ പിഞ്ചു മക്കൾക്ക് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാസത്തിൽ 2 തവണ നമ്മുടെ മക്കൾക്ക് ഒഴിവ് ദിവസമായ ശനിയാഴ്ചകളിൽ ഇംഗ്ലീഷ് കോഴ്സ്, സ്പോക്കൺ ഇംഗ്ലീഷിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ക്ലാസുകളും, അതേപോലെ മന്ത്ലി ക്യൂസ്, മലയാള തിളക്കം, അതുപോലെ അനവധി മധുരം, ഗണിതം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹഡിൽസ്, ഫുട്ബോൾ കോച്ചിങ് എന്നിങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിപ്പോരുന്നു. നമ്മുടെ മക്കളിൽ നല്ല മൂല്യമുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബുൾബുൾ, കബ്ബാൻ ബുൾബുൾ യൂണിറ്റുകളും ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പിഞ്ചുമക്കളെ പ്രോഗ്രാമുകൾ കാണുവാനും അതിലുപരി നമ്മളുടെ ഏറെ പ്രിയങ്കരനായ ഷാനവാസിക്കയെ അനുമോദിക്കുന്ന ഈ ചടങ്ങുമാണ്. നമ്മുടെ ഈ പരിപാടി പകിട്ടുറ്റതാക്കാൻ എത്തിയിരിക്കുന്ന മുഴുവൻ അംഗനവാടികളിൽ നിന്നും എത്തിയിരിക്കുന്ന പിഞ്ചുമക്കൾ, അവരെ പ്രാപ്തരാക്കിയ അധ്യാപകർ, രക്ഷിതാക്കൾ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ ഈ കൊച്ചു മിടുക്കുകളെയും മിടുക്കന്മാരെയും നമുക്ക് ഈ കലാ അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ പരിപാടിക്ക്
സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുൻ HM മുഹമ്മദ് അലി മാസ്റ്ററാണ്. അദ്ദേഹത്തെ സാദരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് സയ്യിദ് മൊഹീദ്ദീനാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസിലൂടെ മലപ്പുറം ജില്ലയുടെ ആവേശമായി മാറിയ, മഞ്ചേരിയുടെ അഭിമാനവും മുട്ടിപ്പാലത്തിന്റെ സ്വകാര്യ അഹങ്കാരവുമായി മാറിയ നമ്മുടെ പ്രിയ കലാകാരൻ ഷാനവാസിക്കയെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന അബ്ദു മാഷ്, ജലീൽ മാഷ്, ഷബ്ന ടീച്ചർ, ഉബൈദ് ചുങ്കത്ത്, നമ്മുടെ വൈസ് പ്രസിഡന്റ് നൊമാൻ, മുനീർ മാഷ്, ഷുക്കൂർ എന്നിവരെയും ഈ പ്രോഗ്രാം ധന്യമാക്കാൻ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ തയ്യാറാക്കിയ രാജശ്രീ ടീച്ചർ വെള്ളാരങ്ങൽ അംഗനവാടി, ഹസീന ടീച്ചർ ആനക്കയം അംഗനവാടി, ജാനകി ടീച്ചർ 22-ാം മൈൽ അംഗനവാടി, ശൈലജ ടീച്ചർ പാറമ്മൽ അംഗനവാടി, സഫിയ ടീച്ചർ വീട്ടിപ്പടി അംഗനവാടി, അതുപോലെ മഞ്ചേരി CRC കോർഡിനേറ്റർ, ആനക്കയം ക്ലസ്റ്റർ കോർഡിനേറ്റർ ഗസൽ, അവരെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ രക്ഷിതാക്കളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും എല്ലാ നാട്ടുകാരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ കടിഞ്ഞാൺ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി മുഹമ്മദ് അലി മാസ്റ്റർ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് സേതുമോഹൻ, ഇന്നത്തെ വിശിഷ്ട അതിഥി ഷാനവാസ്, മുൻ ഇവിടുത്തെ HM സബിന ടീച്ചർ, മുൻ HM ജലീൽ മാസ്റ്റർ, സുകുമാര മാസ്റ്റർ, CRC ട്രെയിനർ ഗസൽ, ഉബൈദ്, മുനീർ, പിന്നെ മറ്റ് സ്കൂളിലെ സഹാധ്യാപകരെ, അംഗനവാടി ടീച്ചർമാരെ, നാട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ഈ ദിവസം കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചതിൽ ഇതിൻ്റെ ഭാരവാഹികൾ PTA അംഗങ്ങളെയും അതുപോലെ ഈ അധ്യാപകരെയും ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടി നിങ്ങൾക്കറിയാം, നമ്മൾ സ്കൂളിലെ ചുറ്റുഭാഗത്തുള്ള അംഗനവാടികൾ, അതായത് 5 അംഗനവാടികൾ ഉൾപ്പെടുന്ന കുട്ടികളുടെ വിരുന്നു കലാകാരന്മാരുടെ വിവിധ പരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, അതായത് ആനക്കയം, ഈ ആനക്കയം, അതുപോലെ തന്നെ വീട്ടിപ്പടി 22, പിന്നെ അങ്ങനെ 5 അംഗനവാടികളാണ് പിന്നെ ഇവിടെ നടത്താൻ പോകുന്നത്. ആ കുട്ടികളുടെ നല്ല പരിപാടികൾ കാണുവാനും ആസ്വദിക്കുവാനും വേണ്ടിയാണ് നിങ്ങൾ ഇന്നിവിടെ ഒത്തുവരുമിച്ച് കൂടിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ നിങ്ങൾ വേറെ എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് നമ്മുടെ ഈ നാട്ടുകാരനായ, കാരണം ഞാൻ എൻ്റെ ശിഷ്യനുമായിട്ടുള്ള, കാരണം എനിക്കറിയാം 2-ാം ക്ലാസ്സിൽ വന്ന് പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഷാനവാസിന്റെ എൻ്റെ ശിഷ്യനും കൂടിയാണ്. അവന് അന്നേ നല്ല കലാബോധം ഉണ്ടായിരുന്ന ഒരാളാണ്. പല പരിപാടികളും ആസൂത്രണം നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു കലാകാരനായിരുന്നു. ആ കല നല്ല ഉയർന്ന് ഉഷാറായി പോയിട്ടുണ്ട്. കാരണം അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പറയാനുള്ളൂ, പക്ഷെ അത് കൂടുതൽ പറയുന്നില്ല. എന്തെങ്കിലും അവന്റെ ഈ ഒരു പേര് തന്നെ, ഷാനവാസ് എന്നുള്ള പേര് വരാതിന്റെ കാരണം അവന്റെ ഉമ്മയാണ്. കാരണം അവന്റെ ഉമ്മാക്ക് പ്രേംനസീറിനോട് അഭിനയ രംഗത്ത് വളരെ ഒരു ആഗ്രഹമുള്ള ആളായിരുന്നു, സിനിമ നടന്നത്. അതിൽ പ്രേംനസീറിന്റെ മകനാണ് ഷാനവാസ്. ആ ഷാനവാസിന്റെ പേരാണ് ഷാനവാസിന്റെ പേര് കാരണം ആ പ്രേംനസീറിന്റെ മകന്റെ പേര് വന്നുകൊണ്ടാണ്.
അങ്ങനെ ആ ഉമ്മയാണ് പിന്നെ ഷാനവാസിനെ ഈ രംഗത്തേക്ക് ഉയർത്തി കാരണം അവനൊരു സ്ക്രീനിൽ വരണം എന്നുള്ളൊരു ആഗ്രഹം അവൻ ഉമ്മാക്ക് അന്നേ ഉണ്ടായിരുന്നു. ഉമ്മാനെ എനിക്ക് വളരെ വളരെ ചെറുപ്പത്തിൽ ഉപ്പാനെ അറിയാം. ഉപ്പ പെട്ടെന്ന് മരിച്ചു പോയത് കാരണം അവൻ്റെ ഉമ്മ എന്നും ചെറിയ അങ്ങനെ കരയും. 1ാം ക്ലാസ്സിലായിരുന്നു മുതൽ. അപ്പൊ എനിക്കറിയാം, ഞാൻ അവിടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ജനാലിൽ കൂടെ വന്നങ്ങനെ ഇരിക്കും. അവിടെ കുറെ സമയം ഇരുന്നിട്ട് ഉമ്മ പോവുള്ളൂ. കാരണം അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ഉമ്മാന്റെ തരുണിൽ തന്നെ വളർന്ന് വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എനിക്കറിയാം. ആ ചെറുപ്പത്തില് അന്നത്തെ അവന്റെ വീടൊക്കെ ഞാനൊക്കെ ഇവിടെ വരുമ്പോ മുട്ടിപ്പാലത്ത് അങ്ങനത്തെ ഒരു ചെറിയ വീട് എന്റെ പിന്നെ മനസ്സിലില്ല. അത്ര ഒരു ചെറിയ വീട്ടിലായിരുന്നു ഷാനവാസ് ഇവിടെ താമസിച്ചിരുന്നത്. ചോർന്നൊലിക്കുന്ന ചെറിയ ഒരു പുല്ലിട്ട വീട്. ആ വീട്ടിലായിരുന്നു താമസിക്കുന്ന ഓർമ്മക്ക് അത് സങ്കടം തോന്നിയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഉയർന്ന് പിന്നെ അതിന് ശേഷം വാപ്പാന്റെ മരണം സംഭവിച്ചു. പിന്നെ അങ്ങനെ അവന്റെ ഉമ്മ അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി ഈ രീതിയിൽ എത്തിയ ഷാനവാസ് ഇങ്ങനെ രീതിയിൽ എത്തിയെന്ന് പറയുമ്പോൾ നമ്മളെ നാടിനെ സംബന്ധിച്ചും നമുക്ക് പ്രത്യേകം അഭിമാനിക്കാനുണ്ട്. ഈ ബിഗ് ബോസ് ഞാനത് കാണലൊന്നുമില്ല, പക്ഷെ അതിനെ പറ്റിയൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ട്. കാരണം 16 പിന്നെ നടന്മാരെ റൂമിലിട്ട് എല്ലാ അവരുടെ ഇതൊക്കെ പിന്നെ മനസ്സിലാക്കി അവര് ചെയ്യുന്ന രീതിയിലൊക്കെ കണക്കാക്കിയ സംഭവമാണ് അത്. നമ്മളെ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടിയാണ്. അതില് 16 അംഗങ്ങൾ 25 പേരടങ്ങുന്ന ഒരു ടീമിനാണ് അതിൽ സെലക്ട് ചെയ്തത്. അവര് ഇതിനങ്ങനെ പോയി അവസാനം 3 പേരായി റണ്ണേഴ്സ് അപ്പില് പിന്നെ വന്ന ഒരാളാണ് നമ്മുടെ ഷാനവാസ്. അപ്പൊ നല്ലൊരു കഴിവ് തെളിയിച്ചത് കൊണ്ടാണ്. എനിക്ക് പറഞ്ഞാൽ പണ്ട് നല്ലൊരു കഴിവ് തെളിയിച്ച പിന്നെ കലാകാരനാണ്. പണ്ട് ഏഷ്യാനെറ്റിൽ കുങ്കുമപ്പൂ എന്ന് പറയുന്ന കുങ്കുമപ്പൂവില് ആദ്യമായിട്ട് തുടങ്ങിയിട്ടാണ് ഇതിന് പരിപാടികളിൽ തന്നെ ആരംഭം എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത് ഒരുപാട് എപ്പിസോഡുകള് എത്ര 750ഓളം എപ്പിസോഡുകൾ അത് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടായത് കൊണ്ട് അവന്റെ അഭിനയ മികവ് കൊണ്ടാണ് അത് ഉയർത്തി പിന്നെ അവന്റെ അഭിനയ കഴിവ് കൊണ്ടാണ് ഉയർന്നു വരാൻ സാധിച്ചത്. അതുകൊണ്ട് അന്ന് അവര് കവി തെളിയിച്ചുകൊണ്ട് 750 എപ്പിസോഡ് ഓൻ വെച്ചുകൊണ്ടാണ് അവര് അവതരിപ്പിച്ചു. അങ്ങനെ നല്ലൊരു കഴിവ് തെളിയിച്ച ഒരു കലാകാരനും കൂടിയാണ് നമ്മളെ ഈ ഷാനവാസ്. അത് നമ്മുടെ ഈ നാട്ടിലും മുട്ടിപ്പാലം പ്രദേശത്തിന് പ്രത്യേക ഒരു അഭിമാനം ഉയർത്തുന്നതാണ്. എല്ലാവരും പ്രത്യേക ഒരു കയ്യടി കൊടുക്കണമെന്ന് എനിക്കാണ് പറയാനുള്ളത്. അത് മാത്രം പോലെ നമ്മൾ അഭിനന്ദിക്കുകയും ചെയ്യാം. അപ്പോ എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്, ഒരു ചെറിയ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അവന് പണ്ട് നമ്മൾ ശാസ്ത്രമേളയില് ആനക്കേന്ന് വെച്ചിട്ട് ഒരു ശാസ്ത്രമേള സബ് ജില്ലാ ശാസ്ത്രമേള നടക്കണം. ആ സമയത്ത് ഷാനവാസും വേറൊരാളും കൂടി അന്ന് പിന്നെ പെരുമൺ ദുരന്തത്തിന് ട്രെയിൻ അപകടം ഉണ്ടായ സംഭവം അത് ഞങ്ങള് ഉണ്ടാക്കി അവതരിപ്പിച്ച് പിന്നെ ഷാനവാസ് ഒരു ചെറിയ മുണ്ടൊക്കെ എടുത്തിട്ട് പിന്നെ ചളിയിന്ന് ആ ട്രെയിൻ കയറ്റുന്ന രംഗാണ്. അങ്ങനെ ഒരുപാട് പരിപാടികൾ നടത്തിക്കൊണ്ട് അന്ന് നമ്മൾ സബ് ജില്ലാ തലത്തില് ശാസ്ത്രമേളക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ഷാനവാസൊക്കെയുള്ള കാലത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ല മികവ് അന്ന് തന്നെ എല്ലാ കഴിവും തെളിയിച്ചൊരു പിന്നെ വ്യക്തിത്വമാണ് നമ്മൾ ഈ ഷാനവാസ് എന്ന് പറയുന്നത്. പിന്നെ അത്രയും അപ്പൊ അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി നമ്മളെ ഇന്ന് പരിപാടിയിലുണ്ട്. അത് ഞാൻ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ട് ഈ കൊച്ചു കലാകാരന്മാരുടെ ഈ പരിപാടികൾ ആസ്വദിക്കുന്നതിനും അതുപോലെ തന്നെ ഈ പിന്നെ അതുപോലെ ആദരിക്കൽ ചടങ്ങിലും എത്തിച്ചേരാൻ കഴിയുന്നതിലും എല്ലാത്തിനും എല്ലാവിധ മംഗളം ചേർന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. അടുത്തതായി വേദിയിൽ നമ്മുടെ പ്രിയ കലാകാരനെ ശാലണിയിച്ചുകൊണ്ട് ആദരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ശാലണിയിക്കുന്നതിന് വേണ്ടി PTA പ്രസിഡന്റ് സൈദിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രിയ ഷാനവാസിനെയും സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും നിറഞ്ഞ കയ്യടികളോടെ അടുത്തതായി ഷാനവാസിക്കുള്ള ആദരവ് അർപ്പിക്കുന്നു. നമ്മുടെ മുൻ എച്ച് എം മുഹമ്മദ് അലി മാസ്റ്ററാണ്
അവരെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്ഥാനവാസിക്കെയും സാദരം സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു സമ്മാനം കൂടെയുണ്ട്. സമ്മാനം നൽകുന്നതിന് വേണ്ടി നൂറ 1ാം ക്ലാസ്സിലെ കുട്ടികള് നല്ലൊരു കൈയടിയോടുകൂടെ ഈ സമ്മാനം സ്പോൺസർ ചെയ്തത് നൗഫൽ. അവൻ സ്വന്തം നിർമ്മിച്ച ഒരു സമ്മാനം കൂടെയാണ്. അതിന്റെ വിലയും കൂടെ അതിനുണ്ട്. അടുത്തതായി വേദിയിൽ നടക്കുന്നത് LSS. ഈ കഴിഞ്ഞ വർഷം 2024-25 വർഷത്തിൽ LSS വിജയം കൈവരിച്ച നമ്മുടെ മുട്ടിപ്പാലം സ്കൂളിലെ ഫിസ സൈനബ് എന്ന കുട്ടിയെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിറഞ്ഞ കയ്യടികളോടെ നല്ലൊരു മത്സര പരീക്ഷ വിജയിച്ച് നമ്മുടെ ഈ ആദരം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്ന ഫിസ സൈനബ് ടിക്ക് വേദിയിലേക്ക് സമ്മാനം നൽകുന്നതിനു വേണ്ടി നമ്മുടെ പ്രിയ കലാകാരൻ സ്ഥാനവാസിക്കെയും സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി സബ് ജില്ലാ കലാമേളയിലും ശാസ്ത്ര പ്രതിഭകൾക്കുമുള്ള ആദരവ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റഹ പേര് വിളിക്കുന്നവര് റയ്യ, ഫസാന, ദേവനന്ദ, നുഫ. ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടി ആനക്കയം മുൻ HM സുകുമാരൻ മാസ്റ്റെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പേര് വിളിക്കുന്നവർ ഓരോരുത്തരായി വരിക. റഹ, നുഫ, ഫസാന, റയ്യ, ദേവനന്ദ, ഷൻസ, നെയ്ല, ജസ്, റബീഹ്, റയാൻ, ദുർഗേഷ്, ഇഷാ സഹ്റി, നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ട് കൈ പിടിച്ചോ ചാർജ് തീരെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ.
ഷഹബാസ്. അടുത്തതായി നമ്മുടെ വേദിയെ ധന്യമാക്കിക്കൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയ കലാകാരൻ, നമ്മുടെ മുട്ടിപ്പാലത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സ്ഥാനവാസിക്കയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല. എന്നെ പഠിപ്പിച്ച മാഷന്മാരാണ്, എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളാണ്. ആരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് ഒരാളും പേരെടുത്ത് പറയുന്നില്ല. പിന്നെ വേദിയിലിരിക്കുന്ന എൻ്റെ കൊച്ചു മക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, എൻ്റെ കുടുംബക്കാരുണ്ട്, എൻ്റെ നാട്ടുകാരുണ്ട്, എല്ലാവർക്കും ഒരേ സ്വരത്തിൽ നമസ്കാരം. എന്റെ ബിഗ് ബോസ് കണ്ടിരുന്ന ആരെങ്കിലും കണ്ടിരുന്ന? അതൊരു അതിജീവനാണല്ലോ, ഭയങ്കരമായ ഒരു അതിജീവനം. നമ്മൾ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഷോ ആയിരുന്നു, ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു ബിഗ് ബോസ്. അതില് ഒരു ദിവസം സർവൈവ് ചെയ്യാന്ന് പറയുന്നത്, ഒരു ദിവസം അതിജീവിച്ചു വരിക എന്ന് പറയുന്നത് വലിയ കഠിനമായ കാര്യമാണ്. അതൊരു ഇന്റർനാഷണൽ ഗെയിമാണ്, ആ ഒരു മൈൻഡ് ഗെയിമാണ്. ആ മൈൻഡ് ഗെയിം അതിജീവിച്ചു വരിക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പോ അതില് 3-ാം സ്ഥാനം എത്തി എന്ന് പറയുന്നതിലും നമുക്ക് അഭിമാനിക്കാം. കാരണം അത് അത്രയും വലിയൊരു കഠിനമായ ഒരു പരീക്ഷണമായിരുന്നു. എന്തായാലും എനിക്ക് അതിനൊക്കെയുള്ള ശക്തി തന്നത് എൻ്റെ കലയാണ്, എൻ്റെ കലാരംഗത്തുള്ള പരിചയമാണ്. ആ പരിചയം എനിക്ക് കിട്ടിയത് ഈ LP സ്കൂൾ, മുട്ടിപ്പാലം LP സ്കൂൾ മുതലാണ്. ഇവിടുന്ന് എനിക്ക് എൻ്റെ മാഷന്മാർ തന്ന, എൻ്റെ മലിമാഷ മുമ്പിൽ വെച്ചിട്ട് തന്നെ എനിക്ക് ഈ ഒരു മൊമെന്റോ വാങ്ങാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഹമ്മദ് അലി മാഷായിരുന്നു. കാരണം ഇന്ന് വരെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ചിരിച്ചുകൊണ്ട് ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരു മാഷാണ്. ഞങ്ങൾ എല്ലാ രംഗത്തും, സ്പോർട്സിലാണെങ്കിലും കലാരംഗത്താണെന്നുണ്ടെങ്കിലും എല്ലാം ഞങ്ങളെ കൈപിടിച്ചു ഉയർത്തിയത് ഞങ്ങളുടെ മുഹമ്മദ് അലി മാഷായിരുന്നു. ആ മാഷ മുന്നിൽ വെച്ച് എൻ്റെ ആ മാഷ കൈകൊണ്ട് തന്നെ എനിക്കൊരു ആദരവ് വാങ്ങാൻ പറ്റുമെന്ന് പറയുമ്പോൾ അതിലും വലിയ അവാർഡ് എനിക്ക് എന്തിരിക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാരംഗത്ത് എനിക്ക് ഒത്തിരി അവാർഡും അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ നമുക്ക് ഈ മലപ്പുറം ജില്ലക്കാർക്ക് നമുക്ക് ഒരു സ്റ്റുഡിയോയോ ഒരു സിനിമക്കാരോ അല്ലെങ്കിൽ ഒരു സീരിയലുകാരോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലോ ചാനലുകളോ നമുക്ക് ഒരു സിറ്റുവേഷൻസും ഇവിടെ ഇല്ല. നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. നമുക്ക് നമ്മളെ കൈയുയർത്തി കൊണ്ടുവരാൻ, പിറകിന് തള്ളിത്തരാൻ ഒരാളുമില്ല. നമുക്കുണ്ടായിരുന്ന ആകെ ഒരു കോൺഫിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമാണ്, നമ്മൾ എന്തും ചെയ്യും എന്നുള്ള ധൈര്യം. അത് കിട്ടിയത് എനിക്ക് ഞങ്ങളെ സ്കൂൾ തലം മുതലുള്ളത് നമുക്ക് കിട്ടിയിരുന്ന ആകെയുള്ള വേദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വേദികളാണ്. സ്കൂളുകളിൽ കിട്ടിയ വേദികൾ മാത്രമാണ്. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് സോഷ്യൽ മീഡിയകളൊക്കെ ഉണ്ട്, കലാരംഗത്തോട്ട് വരാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. പക്ഷെ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെയുള്ള മാർഗങ്ങളൊന്നുമില്ല. എനിക്കുണ്ടായിരുന്ന ആകെയുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കല അല്ലെങ്കിൽ എന്റെ കലാവാസന പ്രകടിപ്പിക്കാനുണ്ടായിരുന്ന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്കൂൾ
സ്റ്റേജുകളാണ്, വേദികളാണ്. അതിനെനിക്ക് ഈ ഈ ഇവിടെ നിന്നാണ് എന്റെ ബാലപാഠം തുടങ്ങുന്ന ഈ സ്കൂളിൽ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ആ ധൈര്യവും പ്രചോദനമൊക്കെ എനിക്ക് തന്നതും കിട്ടിയതും. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ ഇതുവഴി കലാരംഗത്ത് എത്തിയതിനു ശേഷം എനിക്ക് ഒത്തിരി ഒത്തിരി അവാർഡ്സും അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിന്റെ മോസ്റ്റ് പോപ്പുലർ ജനപ്രിയ നടനുള്ള അവാർഡ്, ഏഷ്യ ഹൗസിന്റെ ബെസ്റ്റ് ആക്ടർ, അണ്ടർബാസ് ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ടർ, പ്രേം നസീർ ബെസ്റ്റ് ആക്ടർ, കലാഭവൻ മണി ബെസ്റ്റ് ആക്ടർ, ജോൺസൺ മാസ് ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ടർ, അങ്ങനെ ഒത്തിരി ഒരുപാട് ബെസ്റ്റ് ആക്ടർ അവാർഡുകളും അംഗീകാരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് സത്യം പറയാലോ, ആ അംഗീകാരങ്ങളിലേറെ, ആ ഒരു അവാർഡുകളിലേറെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ നാട്ടിൽ നിന്ന്, എന്റെ ജന്മനാട്ടിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഈ അംഗീകാരവും ഈ ഈ എന്താ പറയാ ഈ ആദരവുമാണ്. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് വലിയൊരു അവാർഡേ ഇല്ല, ഒരു അംഗീകാരം ഇല്ല. ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഇപ്പോ നിങ്ങൾ ഈ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഈ പിള്ളേർക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുത്തില്ലേ, ഇവിടുത്തെ PTA-ക്കും സ്കൂളിനും ഒക്കെ ഞാൻ വലിയൊരു കയ്യടി തരികയാണ്. വേറെ ഒന്നുമല്ല, അവർക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവരുടെ പഠനത്തിലും സ്കൂളിൽ വരാനുള്ള താല്പര്യത്തിലും കലാരംഗത്തും ഒക്കെ ഒരു താല്പര്യം ഈ ഒരു വേദി ഒരുക്കി കൊടുക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതിന് എത്ര കൈയടിച്ചാലും ഇവിടുത്തെ PTA-ക്കും ഇതിന്റെ ഭാരവാഹികൾക്കും മതിയായിട്ടില്ല, എത്ര കൈയടിച്ചാലും അവർക്ക് മതിയാവില്ല. അതുകൊണ്ട് എനിക്കിങ്ങനൊരു അംഗീകാരം, എനിക്കിങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിൽ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായി ഈ വേദിയിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി സുകുമാരൻ മാഷെ സാദരം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പോലെ ഇന്ന് പരിപാടി അവതരിപ്പിക്കാൻ പിഞ്ചു കുഞ്ഞുങ്ങളെ, അവരുടെ രക്ഷിതാക്കളെ, വിവിധ അംഗൻവാടികളിൽ എത്തിയിട്ടുള്ള അധ്യാപികമാരെ, മറ്റ് നാട്ടുകാരെ, വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. അതിന് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ മഞ്ചേരിയിൽ വന്ന് ആദ്യമായിട്ട് താമസം തുടങ്ങിയത് ഇതിന്റെ അക്കരക്കരയാണ്. ഈ സ്കൂളിലെ പഠനവും മദ്രസയിലെ ഓതലും രാവിലെ നല്ലവണ്ണം കേൾക്കാവുന്ന ദൂരത്താണ് നമ്മളിവിടെ താമസിക്കുന്നത്. ഞാൻ വന്നപ്പോൾ തന്നെ ഷാനവാസിനോട് പറയുണ്ടായി, എൻ്റെ മൂത്ത മകനും ഷാനവാസും ഒക്കെ ഒപ്പം ഇവിടെ കളിച്ചു വളർന്ന കുട്ടികളാണ്. 4 വയസ്സോ 5 വയസ്സോ ഉള്ള സമയത്തൊക്കെ ഷാനവാസിനെ അറിയാം. അപ്പൊ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കാണുകയും ചെയ്യും. ഈ അന്ന് ചെറുപ്പത്തിൽ 6 7 വയസ്സുണ്ടായിരുന്നപ്പോൾ ഉള്ള സ്നേഹം ഇപ്പോഴെവിടെ കണ്ടാലും ഷാനവാസ് എനിക്ക് തരാറുണ്ടെന്നാണ് വളരെ സന്തോഷകരമായ ഒരു വസ്തുത. പിന്നെ ഷാനവാസിനെ കുറിച്ച് കൂടുതൽ എനിക്ക് പറയാനില്ല, കാരണം പുറത്തുള്ളല്ലോ. സ്കൂളിലെ അനുഭവങ്ങളെ സംബന്ധിച്ച് മുഹമ്മദ് മാസ്റ്റർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ പല കലാകാരന്മാരുടെയും ആദ്യഘട്ടം സ്കൂൾ തല കായിക കലാമേളകളിൽ നിന്നും സ്കൂൾ തല പരിപാടികളിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ പല പല മഹാന്മാരെ കുറിച്ചും അതുപോലെ ഉന്നത ശ്രേണിയിൽ എത്തിയിട്ടുള്ള ആൾക്കാരെ കുറിച്ചും നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ അവരുടെ തുടക്കം പ്രൈമറി ക്ലാസ്സുകളിൽ നിന്നായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ മുഹമ്മദ് മാഷ് സൗസ്ഥിരം നിങ്ങളോട് സൂചിപ്പിക്കുന്നുണ്ടായി. അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, മുട്ടിപ്പാലം എന്നുള്ളത് ഷാനവാസിന്റെ നാടാണെങ്കിലും മറ്റൊരു സ്ഥലത്തുനിന്ന് വന്നാണെങ്കിലും വളരെ അധികം ഈ മുട്ടിപ്പാലത്തോട് എനിക്ക് ഒരു ആത്മീയ ബന്ധമുണ്ട്. കാരണം ഈ മഞ്ചേരിയിൽ ആദ്യമായിട്ട് വന്നപ്പോ താമസിച്ച സ്ഥലമാണ് മുട്ടിപ്പാലം. ഞാൻ ഭംഗിവാക്ക് പറയില്ല. ഇപ്പൊ 22-ൽ താമസിക്കുന്നത്. ഞാന് സമയം കണ്ടെത്തി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ മുട്ടിപ്പാലത്ത് വരാൻ ശ്രമിക്കാറുണ്ട്. കാരണം എന്റെ ചുറ്റും താമസിച്ച ആൾക്കാരാണെങ്കിലും ഇവിടെ പല രീതിയില് പല ആൾക്കാരോടും ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ആത്മീയ ബന്ധം ഈ മുട്ടിപ്പാലത്തുണ്ട്. ഈ മുട്ടിപ്പാലത്ത് വെച്ച് അവിചാരിതമായിട്ടെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ
സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ എന്റെ പ്രസംഗം കേൾക്കാനോ മറ്റോ അല്ല കൂടുതൽ വിളിക്കാനില്ല. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ ആസ്വദിക്കാനും മറ്റാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഷാനവാസിന് എല്ലാവിധ ഉയരങ്ങളും കീഴടക്കാൻ സർവശക്തൻ കഴിവ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി രണ്ടു വാക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി CRC കോർഡിനേറ്റർ, നമ്മുടെ ക്ലസ്റ്റർ അനക്കയം ക്ലസ്റ്റർ CRC കോർഡിനേറ്റർ, നമ്മുടെ നാട്ടുകാരനുമായ ഗസൽ സാറിനെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ, പ്രിയപ്പെട്ട കുട്ടികൾ, വളരെ സന്തോഷവാനായിട്ടാണ് ഈ വേദിയിൽ ഇരിക്കുന്നത്. ഓരോ തവണ നമ്മുടെ സ്കൂളിൽ നിന്ന് ക്ഷണം വരുമ്പോഴും വ്യത്യസ്തമാർന്നുള്ള പരിപാടികൾക്കായിരിക്കും AMLP കുട്ടിപ്പാലം വേദിയായി മാറുന്നത്. എത്രയോ തവണ നമ്മൾ മുകളിൽ താഴെയുമായി വേദി ഒരുക്കുമ്പോൾ വൈവിധ്യമാർന്ന പരിപാടികൾ വളരെ വർണ്ണാഭമായി നടത്താൻ നമ്മുടെ സ്കൂളിന് കഴിഞ്ഞു എന്നുള്ളത്. തുടക്ക പ്രഭാഷണത്തില് നാസർ മാഷോട് സംസാരിച്ചു. കലാ കായിക ശാസ്ത്രമേളകളിൽ നമ്മുടെ കുട്ടികൾക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചു. സാധാരണക്കാരായ നമ്മുടെ കുട്ടികളാണ് 140ഓളം അടങ്ങുന്ന മഞ്ചേരി സബ് ജില്ലയിലെ 4000-ൽ പരം കുട്ടികളോട് മത്സരിച്ച് ഈ വിജയങ്ങളൊക്കെ കൈനടി നേടിയിട്ടുള്ളത്. നമ്മളിവിടെ കണ്ടു. ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള സമ്മാനങ്ങൾ നമ്മുടെ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ അക്കാഡമികമായിട്ടും അല്ലാത്ത രീതിയിലൊക്കെ കുട്ടിപ്പാറ സ്കൂള് മഞ്ചേരി സബ് ജില്ലയിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് എന്നുള്ളത് എടുത്തു പറയുന്നത്. ഓരോ തവണ BRCയുടെ പ്രോഗ്രാമുമായി സ്കൂളിലേക്ക് എത്തുമ്പോൾ വളരെ സന്തോഷവാന്മാരായി ഇനി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് വരെ ഒരു കിറ്റുമായി വന്നപ്പോൾ വളരെ സന്തോഷമായിട്ട് എപ്പോഴാണ് അത് പൊളിച്ചങ്ങൾ പ്രവർത്തനം കൊടുക്കേണ്ടത്, പരിശീലനം കൊടുക്കേണ്ടത് എന്നാണ് അധ്യാപകർ ചോദിക്കുന്നത്. അപ്പോ അത്രയും മികച്ച ഒരു അധ്യാപകരും അതിനേറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരുണ്ടാവുമ്പോഴാണ് ഒരു സ്കൂള് മികച്ച രീതിയിലേക്ക് മാറുന്നത്. അതുപോലെ തന്നെ കുഞ്ഞോളം 2K25 എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഷാനവാസ് അങ്ങനെ വിളിക്കാൻ വളരെ ആഗ്രഹം. കാരണം ഞാനിപ്പോ പല വേദികളില് ഫ്രണ്ട്സിനോടൊക്കെ അഹങ്കാരപൂർവ്വം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഷാനവാസിന്റെ നാട്ടുകാരനാണ്. അത് വളരെ നമുക്കൊരു അഭിമാനമുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലൊക്കെ മറ്റു ജില്ലകളിലൊക്കെ പോയിട്ട് നമ്മുടെ നാട്ടിൽ അറിയുന്ന ഒരാളെ പറയുക എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമാണ്. ഇപ്പൊ ഞാനൊക്കെ തിരുവനന്തപുരത്തൊക്കെ പഠിക്കുന്ന സമയത്ത് രുദ്രൻ എന്ന് ഷാനവാസ് പറയാൻ ആർക്കും അറിയില്ലാവില്ല. കാരണം സീരിയലിലൊക്കെ രുദ്രൻ എന്ന് കയറാവുന്നത്. അപ്പൊ രുദ്രന്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞൊരു അവസരം എനിക്കുണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ ഷാനവാസിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്തു, ഒരു വേദി പങ്കിടാൻ സാധിച്ചു. അപ്പോ വളരെ ഷാനവാസിനോട് പറഞ്ഞു, ഒരു വലിയ വലിയ കഠിനമായ ഒരു പരിശ്രമമായിരുന്നു 25 ആൾ. നമുക്ക് കണ്ടിരുന്നവർക്ക് അറിയാം. വളരെ ഒരു ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച റിയാലിറ്റി ഷോയിൽ ഒന്നാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പൊ വളരെ കഠിനമായ പ്രയത്നത്തിലൂടെ 100 ദിവസം തികച്ചു എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്ക് അത് അഭിമാനിക്കാവുന്നതായിരുന്നു. ഇപ്പൊ തുടർന്നും ഷാനവാസിന് ഒരുപാട് ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി രണ്ടു വാക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഉബൈദ് സുഖത്തിന് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട